നിർത്തക്ബറെ നീ കുറേയായി അനുമോളെ ഇങ്ങനെ അങ്ങോട്ട് ചൊറിയുന്നു. അവക്കൊരു അബദ്ധം പറ്റി, കിച്ചണിൽ ഇനി പണിയെടുക്കത്തില്ല എന്നും പറഞ്ഞ് അവളെ ഇറങ്ങിപ്പോയി. അതിന് ഒരു പരിധിയിൽ കൂടുതൽ നീ അവളെ ചൊറിയുന്നുണ്ട്. മതി കേട്ടോ, നീ നിർത്ത്. നീ ഒരുപാട് അങ്ങോട്ട് നന്മമരൊന്നും കളിക്കല്ലേ. അക്ബറിനോട് നെവിൻ മോൻ പറയുന്ന ഡയലോഗാണ് ഇത്. ഏകദേശം ഇതുപോലൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അനുമോക്ക് സപ്പോർട്ട് ചെയ്ത് അക്ബറിന്റെ അടുക്കൽ നെവിൻ സംസാരിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ച വരെ അനുമോളുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന നെവിനാണ് ഇന്ന് അനുമോക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്, അതും അക്ബറിന്റെ അടുത്ത്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നെവിന്റെ ഈ മറുകണ്ഠം ചാടൽ അതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അനുമോൾക്കുള്ള സപ്പോർട്ട് ഇനിയും അനുമോളെ ചൊറിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പണിയാണെന്ന് ആരോ എവിടുന്നോ പറഞ്ഞ് നെവിൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അനുമോളോട് സ്നേഹം മൂക്കാനായിട്ട് എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും അക്ബറിനോടൊക്കെ ചെന്നിട്ട് നീ നന്മമരം കളിക്കണ്ട എന്നൊക്കെ പറയുന്നത് എന്തരോ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. കളിക്കൂടെ, എല്ലാവരും കളിക്കും. നെവിനും കളിക്കും, മറുകണ്ഠം ചാടി കളിക്കും. ഇതാ ഇപ്പൊ ആദിലെ നൂറേം ആദിലെ എവിടെ നിന്ന് പറയുന്നുണ്ട്, അവളോട് ടാസ്കിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഷൂവിന്റെ മേളിൽ കയറി നിന്നോളാൻ പറഞ്ഞു, എന്തൊക്കെയാണെങ്കിലും അവള് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിലുള്ള നന്മമരം കളി നടത്തുന്നുണ്ട്. അത് അനുമോൾക്കുള്ള സപ്പോർട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാം നമുക്ക് അതിനെപ്പറ്റി. അതിന് മുമ്പായിട്ട് ആ ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ട മറ്റേ പൈസ പുറത്തുപോയി ബിഗ് ബോസ് ഹൗസിന്റെ വാതിലിന് വെളിയിൽ പോയി പൈസ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കാറിനകത്താണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 4 ലക്ഷം രൂപയോളം ഉണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ബിഗ് ബോസ് ആദ്യമേ എല്ലാവരെയും നമ്മുടെ ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ലക്ഷം രൂപയുണ്ട്, 3 പേരെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് ഏതെങ്കിലും 3 പേർക്ക് വരണമെങ്കിൽ വരിക, നിങ്ങൾ 3 പേരാണ് പുറത്തു പോകുന്നത് പൈസ എടുക്കാനായിട്ട്. പൈസ എടുത്തോ, പൈസ 1 മിനിറ്റാണ് പൈസ എടുക്കാൻ കിട്ടുന്നത്. ആ 1 മിനിറ്റിനുള്ളിൽ പൈസ എടുത്ത് അകത്ത് കയറണം. അകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. ആരാണോ പുറത്ത്, ഇനി 3 പേരും പുറത്താണെങ്കിൽ 3 പേരും എവിക്റ്റായി വെളിയിൽ പോകും. 3 പേരും എവിക്റ്റായി പോകുന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞില്ല. 3 പേരും പുറത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ അടുത്തെന്തെങ്കിലും ഒരു പരിപാടി ചിലപ്പോൾ ബിഗ് ബോസ് ഇട്ടേനെ. അല്ലാതെ 3 പേരെ ഒറ്റടിക്കൊന്നും ഇറക്കി കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണെങ്കിലും 3 പേര് ആദ്യമേ തന്നെ ചാടി നമ്മുടെ നെവിൻ എണീറ്റു. ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് എണീറ്റു. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു, മോനെ നിനക്ക് പോകാൻ പറ്റത്തില്ല, നിനക്ക് കിട്ടിയ പണി ഇരിപ്പതാണ്, നീ അവിടെ ഇരുന്നോളാൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നെവിന് നല്ല സങ്കടമുണ്ട് അതിൽ. അപ്പോൾ നെവിനെ അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മുടെ ആദില എണീറ്റു. കാരണം ആദിലേക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല. ഒരാൾ ഓൾറെഡി ആദില നൂറ അവരിപ്പോഴും 2 കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും അവരിപ്പോഴും ഒരൊറ്റ കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ പുറത്തു പോയെന്ന് പറഞ്ഞാലും അവർക്ക് വലിയ കുഴപ്പമില്ല. പ്രത്യേകിച്ച് നൂറ ഫൈനൽ 5 എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. സോ ആദില തന്നെ എണീക്കുന്നുണ്ട്. കിട്ടിയ വെറുതെ പൈസ അല്ലേ, അപ്പം ആദില എണീക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനുമോൾ എണീക്കുന്നുണ്ട്. നമ്മുടെ അക്ബർ കാക്ക പിന്നെ എണീക്കുന്നുണ്ട്. സാബുമാനൊന്നും എണീറ്റേ ഇല്ല. ഞാൻ പ്രതീക്ഷിച്ചു സാബുമാനൊക്കെ എണീക്കുമെന്ന്. ഈ കാണിക്കുന്ന ഷോയൊക്കെ ഉള്ളൂ. സാബുമാന് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും പേടിയാണ്. സാബുമാന് ഷോ കാണിക്കുന്നത് നമുക്കൊരു പരിധി കൂടുതൽ പറയാൻ പറ്റത്തില്ല. സാബുമാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട് കേട്ടോ ചില സാഹചര്യങ്ങളിൽ, എനിക്ക് കൈ വിറഞ്ഞു പോവും, എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്നും സാബുമാൻ അറിയത്തില്ല. ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഈ മരപ്പാവ എന്ന് ചില സമയത്ത് അനീഷേട്ടനെയൊക്കെ വിളിക്കാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ശരിക്കുള്ള മരപ്പാവ നമ്മുടെ താബുമാൻ തന്നെയാണ്. 5 സ്റ്റാർ ചിരിയും ചിരിച്ച് നിൽക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റാത്തുള്ളൂ, വേറെ ഒന്നും ആ പയ്യനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ടാസ്ക് ഇവർ 3 പേരും കളിക്കാനാണ് ഇറങ്ങുന്നത്. അപ്പം കളിക്കാൻ ഇറങ്ങാനായിട്ട് ഇവർ റെഡിയൊക്കെ ആയിട്ട് നമ്മുടെ വാതിലിൻ്റെ അടുക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്, പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ പുറത്ത് പോയേക്കാം ആരെങ്കിലുമൊക്കെ ഒരാൾ, അതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. ആദില ഓടിച്ചെല്ലുന്നുണ്ട്. ആദ്യമേ അങ്ങേയറ്റത്ത് നിൽക്കുന്ന നെവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം നൂറെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ ഫസ്റ്റ് നേരെ ചെന്ന് നൂറയാണ് കെട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നെവിൻ്റെ അടുക്ക ചെല്ലുന്നുണ്ട്. നെവിൻ അപ്പോഴൊക്കെ മറ്റേ ശോകം അടിച്ചിരിക്കുക കേട്ടോ, ഇങ്ങനെ ഇരിക്കുക. ഒരു നീയൊക്കെ പോയാ പോട്ടെ, നീയൊക്കെ വന്നാ വരട്ടെ, ആ ഒരു മൂടാ. അത് വേറൊന്നും കൊണ്ടല്ല, നെവിന് ഓൾറെഡി അവിടെ ആരോടും വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. പിന്നെ നെവിന് ഗെയിം കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം. പൈസയല്ലേ, 1 രൂപ പോലും തൊടാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും സങ്കടം വരും. ആ ഒരു സങ്കടം നല്ല രീതിയിൽ നെവിനുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അനുമോളോട് ഈ ആഴ്ച വളരെ നീറ്റായിട്ട് നെവിൻ നിൽക്കുന്നത്. സാധാരണ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു നെവിനെ വെച്ച് നോക്കുമ്പം എന്താണെങ്കിലും അനുമോളോട് ജോർജ് പോകേണ്ടതാണ്. പക്ഷെ അത് ചെയ്യുന്നില്ല. അതൊന്നെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് നെവിൻ. അത് 101% ഉള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ നൂറയെടുക്കെ പറയുന്നുണ്ട് നെവിൻ ഈ ആഴ്ച പോകത്തില്ല, ഞാനിവിടെ എന്താണെങ്കിലും കാണുമെന്നൊക്കെ പറയുന്നുണ്ട്.
നെവിനപ്പോ അത് ഉറപ്പിക്കാനുള്ളൊരു കാരണം നെവിന്റെ ഈ ഒരു ഗെയിം ചേഞ്ച് ആയിരിക്കാം. എല്ലാവരെയും സുഖിപ്പിച്ചാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് അനുമോളെ അങ്ങോട്ട് സ്നേഹിച്ച് കൊന്നു നിൽക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നേരത്തെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ആ വെറുപ്പ്, ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന വെറുപ്പൊക്കെ ജനങ്ങൾക്ക് തോന്നി എന്ന് നെവിന് മനസ്സിലായ ഒരു വെറുപ്പൊക്കെ മാറും എന്ന് നെവിന് തിങ്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്രയും അങ്ങോട്ട് അഭിനയിച്ച് പൊലിപ്പിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ടാസ്കിന് വേണ്ടി ഇവർ 3 പേരും പുറത്തിറങ്ങുന്നുണ്ട്. 3 പേരും പോയി അവർ പ്ലാൻ ചെയ്താ കേട്ടോ, പ്ലാൻ ചെയ്ത് ഇറങ്ങി. അത് കൊള്ളായിരുന്നു, നല്ല പ്ലാൻ ആയിരുന്നു. ആദിലയും നമ്മുടെ അക്ബറും അനുമോളും കൂടെ പ്ലാൻ ചെയ്തു. അതായത് കാറിന്റെ ഏറ്റവും ബാക്ക് ഡിക്കി സൈഡ് നമ്മുടെ അക്ബർ നോക്കിക്കോളാം, അതിന് മുമ്പിലത്തെ സീറ്റ്, സെൻട്രൽ സീറ്റ് നമ്മുടെ ആദില നോക്കിക്കോളാം, ഏറ്റവും ഫ്രണ്ടിലത്തെ അനുമോൾ നോക്കിക്കോളാം. അത് പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഇറങ്ങിയത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പൈസ തുല്യമായിട്ട് എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങി. അപ്പോൾ അവർ 3 പേരും ഇറങ്ങുന്നുണ്ട്. ഇനോവ കാറായിരുന്നു. കാറിനകത്ത് പോയി കിട്ടുന്ന പൈസയൊക്കെ എടുത്തിട്ട് അവരെന്തായാലും അകത്ത് വരുന്നുണ്ട്. 1,77,000 സംതിങ് അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിപ്പം ഷെയർ ചെയ്യാം, മൊത്തത്തിൽ ഷെയർ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിട്ടാണ് പോയത്. ടാസ്ക് കഴിഞ്ഞ് അകത്ത് വന്ന് കയറി പിന്നെ അനുമോളെ അധികമൊന്നും കാണുന്നില്ല. അനുമോൾ ബെഡ്റൂമിൽ തന്നെയായിരുന്നു കിടക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഷാനവാസ് കാക്കയും അക്ബറും ഒക്കെ പറയുന്നുണ്ട്, അവള് പറ്റിക്കോ, അവള് തരുമോ, അവൾക്ക് സങ്കടമുണ്ട്, അതാണ് കട്ടിലെ എണീക്കാതെ കട്ടിലെ തന്നെ കിടക്കുന്നതെന്നൊക്കെ ഷാനവാസ് വരെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അനീഷേട്ടനും ഷാനവാസും കൂടെ ഇങ്ങനെ ആ ഒരു മഞ്ഞ കൗച്ചിൽ ഇരുന്നിട്ട് കുറേ നേരം എല്ലാവരെയും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ചെറുതായിട്ട്. അതൊക്കെ രസമുണ്ടായിരുന്നു. അനീഷേട്ടനാണെങ്കിൽ ഷാനവാസ് പറയുന്നതൊക്കെ കേട്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ പരിപാടികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, വർത്തമാനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ എന്താ ഇപ്പോൾ നമ്മുടെ ആദിലയും നൂറയും കൂടെ ബെഡ്റൂമിലിരിക്കുകയാണ്. അനുമോളില്ല, അനുമോൾ പുറത്തു വന്നു. ആദിലയും നൂറയും ബെഡ്റൂമിലിരിക്കുകയാണ്. അപ്പം നൂറ പറയുന്നുണ്ട്, മോളും സാബുമാനുമാണ് ഈ ആഴ്ച പോകാൻ ചാൻസ് ഉള്ളത്, നിങ്ങൾക്കാണ് കൂടുതൽ സപ്പോർട്ട് കുറവുള്ളത് എന്ന് ഇവിടെ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് വേറെ അറിയാം, ചിലപ്പോൾ ഈ ആഴ്ച പോയേക്കാം, കാരണം ഇത്രയും വരെ എത്തി, ഇനിയുള്ള എല്ലാം സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആദില പോകാനുള്ള, അല്ലെങ്കിൽ സാബുമാൻ പോകാനുള്ള, നെവിൻ പോകത്തില്ല എന്ന് നൂറ പറയുന്നുണ്ട്. നൂറ തന്നെ പറയുന്നുണ്ട്, നെവിൻ പറഞ്ഞടാ, എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ആഴ്ച അവൻ പോകാൻ ചാൻസ് ഇല്ല എന്ന് അവന് നന്നായിട്ട് അറിയാം, അവനത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അതിലേക്ക് ഒരു ഡൗട്ട്, അവൻ പോകത്തില്ലേ, അവൻ കഴിഞ്ഞ ആഴ്ച അത്രയും വൃത്തികേട് കാണിച്ചെങ്കിൽ, ലാലേട്ടൻ അത്രയും കൊടുന്നെങ്കിൽ എന്താണെങ്കിലും ജനങ്ങൾക്ക്, പിന്നെ പറയുകയും ചെയ്തു, പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ജനങ്ങൾക്കൊക്കെ വെറുപ്പായി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം അത് വെച്ചിട്ട് പോകത്തില്ല എന്നുള്ളൊരു ഡൗട്ട് അതിലേക്കുണ്ട്. നെവിനെയാണ് പ്രതീക്ഷ മൊത്തം, നെവിൻ ചിലപ്പോൾ പൊക്കോളൂ എന്ന്. പക്ഷേ നൂറ പറയുന്നുണ്ട് ഇല്ല, അവന് നല്ല കോൺഫിഡൻസ് ആണ്, അവൻ പറയുന്നുണ്ട് അവൻ പോകാൻ സാധ്യതയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ആദ്യമൊക്കെ അവൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെ പറയണമെങ്കിൽ, എന്നിട്ട് നൂറ തന്നെ പറയുന്നുണ്ട്, എടാ ഇപ്പോൾ ഈ എന്താണ്, അവൻ നന്നായിട്ട് അവന് കൊടുക്കുന്നുണ്ട്, അവൻ സാധനമൊക്കെ കൊടുക്കുന്നുണ്ട്, അവൻ ഇപ്പൊ ഗെയിം കളിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പൊ ഈ പൈസയുടെ കാര്യത്തിൽ അവൻ മാറി നിൽക്കുകയാണ്, അവന് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സത്യമാണ്. അവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ടാസ്ക്, ഈ ഒരു ബിഗ് ബാങ് വീക്ക് തുടങ്ങിയ ടൈമിലൊക്കെ ആദ്യത്തെ ദിവസം പൈസ എടുത്ത് ഒളിപ്പിച്ച് വെക്കുക, ചെക്ക് എടുത്ത് മാറ്റി വെക്കുക, ഇങ്ങനെയുള്ള പല പരിപാടികൾ. അവന് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും ആദ്യമൊക്കെ അവനും പങ്ക് ചേർന്നിട്ടുണ്ട് ഈ ടാസ്കിന്. പിടികിട്ടിയില്ലേ, എന്റർടൈൻ ചെയ്തു, അല്ലെങ്കിൽ ചുമ്മാ ബോറായി പോയനെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നെവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തന്നെ ജനങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി നെവിനെ. പിന്നെ ഈ അവസാനം വന്നപ്പോഴത്തേക്ക് എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു നെവിൻ, ആദ്യം ഉണ്ടായിരുന്ന ഒരു നെവിൻ, നമ്മൾ കണ്ടിരുന്ന എന്റർടൈൻമെന്റ് മാത്രമുള്ള ഇതേ കണക്ക് ഈ പുറകെ നടന്ന് ചൊറിയുക, വെള്ളം വാരി എറിയുക, പാലെടുത്ത് മുഖത്തോട് എറിയുക, ഇങ്ങനെയുള്ള ആ ഒരു നെവിൻ പോയി. അല്ലെങ്കിൽ അതിനെ നെവിൻ കുഴിച്ചിട്ടു. അറിയാം ഇനി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പണിയാവുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നെവിൻ കുറച്ചുകൂടെ നന്നായി. ഇന്നലെ രാത്രിയിലൊക്കെ പോയി അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. ഇന്നാണെങ്കിൽ അനുമോക്ക് വേണ്ടി, അത് ഞാൻ പറയാം, നമ്മുടെ അക്ബർ കാക്ക എടുക്ക വരെ ഒച്ചയിടുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നെവിൻ ഉണ്ടാക്കുന്നുണ്ട്. പിടികിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും നൂറയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ പോകത്തില്ല എന്ന്. നെവിൻ അറിയാം, ഗെയിമറാണ് നെവിൻ. നെവിൻ ഒരു മണ്ടനൊന്നുമല്ല, നല്ല ഒന്നാം തരം ഗെയിമറാണ് നെവിൻ. നെവിൻ അറിയാം എവിടെ എങ്ങനെ കളിക്കണം. ഇനിയും കഴിഞ്ഞ ആഴ്ച പുള്ളി വിചാരിച്ചത് അനുമോൾക്കെതിരെ ഇങ്ങനെ ഗംഭീരമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ വൻ സപ്പോർട്ട് വരുമെന്ന്. പക്ഷെ അത് പണിയായെന്ന് മനസ്സിലായി. പിടികിട്ടിയില്ലേ, സപ്പോർട്ടുണ്ട് നെവിനെ. ഞാൻ ഒരുപാട് കമന്റ് ബോക്സുകളിൽ കണ്ടു, ആ ഒരു പ്രവൃത്തിയിൽ നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിന്റെ ഇരട്ടിയാണ് നെവിനെ വിമർശിക്കുന്നവർ, നെവിൻ ചെയ്തത് തെമ്മാടിത്തരമാണെന്ന് പറയുന്നവർ. അപ്പൊ ആ പറഞ്ഞവരെയും കൂടെ എങ്ങനെയെങ്കിലും തനിക്ക് തിരിച്ച് കിട്ടണം, അവരുടെ സപ്പോർട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നെവിൻ ഇപ്പൊ കളിക്കുന്നത്. എന്താണെങ്കിലും ആ കളി കൊള്ളാം കേട്ടോ, അതിലൊരു കയ്യടി കൊടുത്തേ പറ്റത്തുള്ള, എന്തൊക്കെയാണെങ്കിലും ബുദ്ധിപൂർവ്വമുള്ള കളിയാണ്. എന്നിട്ട് ആതിര പറയുന്നുണ്ട് നമ്മുടെ അനുമോളെ പറ്റിയിട്ട്, ഇന്നലെ കൺഫെഷൻ റൂമിൽ അവളെ ബിഗ് ബോസ് വിളിച്ചല്ലോ, അതിന് ശേഷമാണ് അവൾ പുറത്ത് കെട്ടിലേതൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയത്. അതുവരെ ഭയങ്കര ഡൗൺ ആയിരുന്നു അവള്. എനിക്ക് അവളോട് ഫ്രണ്ട്ഷിപ്പൊക്കെ തന്നെയാണ്, അതില്ലാന്നൊന്നുമല്ല. പക്ഷെ ഞാനായിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കത്തില്ല. നൂറേം പറയുന്നുണ്ട് ഞാനായിട്ട് പോയി സംസാരിക്കത്തില്ല, ഇതിനു മുമ്പൊക്കെ അങ്ങോട്ട് പോയി സംസാരിക്കുകയായിരുന്നു, അവളുടെ ഈഗോ അവളെ സമ്മതിക്കുന്നില്ല, അതാണ് അവളുടെ പ്രശ്നം, അവളുടെ ഈഗോ മാറട്ടെ, ഞാനായിട്ട് അങ്ങോട്ട് പോകത്തില്ല എന്നൊക്കെ നൂറേം പറയുന്നുണ്ട്. ഈഗോ എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യനും ഉണ്ട്. അനിമോൾക്കുണ്ട്, ആദിലയ്ക്കുണ്ട്,
നൂറയ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നെവിന് വരെയുണ്ട്. നെവിൻ്റെ ഈഗോ ഒക്കെയാണ് അത് പൊട്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച അത്രയും ആക്രാന്തം അത്രയും വൃത്തികേട് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഗെയിമിൽ ആ ഈഗോ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പണിയാവും. ചില ആളുകൾക്ക് നെവിന് പണിയായിരുന്നു, അതാണ് നെവിന് ആ ഈഗോ അങ്ങ് മാറ്റി നിൽക്കുന്നത് ഈ ആഴ്ച. ഇല്ലെങ്കിൽ അനുമോളുടെ അടുക്ക പോകേണ്ട കാര്യമൊന്നുമില്ല, പുറകെ ചെല്ലുമായിരുന്നു ഇന്നലെ, ആവശ്യമില്ല. ഇവിടെ അനുമോളെക്കാട്ടിലും ആവശ്യം ആദിലയ്ക്കും നൂറയും ആണ് അനുമോളെ. അത് 101% നമുക്ക് എഴുതി ഒപ്പിട്ട് വെക്കാം. അനുമോള് ഒറ്റയ്ക്ക് അവിടെ നടന്നാലും ഷീ മേക്സ് കണ്ടന്റ്. പിടികിട്ടിയില്ലേ? അവൾക്ക് പിന്നെ ഈ കുറെ ആളുകൾ പറയുന്നതൊക്കെ PR ഗുമ്പൻ കാണുമായിരിക്കും. എന്താ തെറ്റെന്താ? അതുകൊണ്ട് തന്നെ അനുമോള് പോകും. പക്ഷെ ആദില നൂറ അവിടെ പണി വാളിപ്പോവും. പിന്നെ നൂറയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ നൂറയ്ക്ക് താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നൂറ ഈസ് ലൈക്ക് ഫൈനൽ 5 എത്തി, ഇനിയിപ്പോൾ ഒന്നും പേടിക്കണ്ട. പക്ഷെ ആദില അങ്ങനെയല്ല, ആദിലയ്ക്ക് പണി കിട്ടും. ഈ ആഴ്ച ചിലപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങി പോരും. അല്ലെങ്കിൽ ചിലപ്പോൾ സാബുമാൻ പോയി, ചിലപ്പോൾ നെവിൻ പോയി, ആദിലയ്ക്ക് വീണ്ടും അവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ നെവിൻ അവിടെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ചു. ആദിൽ അവിടെ പൊട്ട ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നെവിൻ ഗംഭീരമായിട്ട് മനസ്സിനകത്ത് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ നല്ല വൃത്തിക്ക് എല്ലാവരുടെയും കൂടെ നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അനുമോളിലൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കിച്ചണിൽ ഇപ്പം കുറച്ച് മുമ്പ് നമ്മുടെ അനുമോള് കിച്ചണിൽ കയറി, കുറച്ച് മുമ്പ് നമ്മുടെ നെവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പയറ് വെള്ളത്തിലിട്ടോ മറ്റേതിട്ടോ. വളരെ മാന്യമായിട്ട് തന്നെ അനുമോളുടെ അടുക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നെവിൻ. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ചൂടാകുമോ നീ പെടി അങ്ങനത്തെ സാധനമൊന്നുമില്ല, മാന്യമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അനുമോളെ നെവിൻ. അപ്പോൾ അനുമോൾ എന്നിട്ട് നെവിൻ നൈസായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അനുമോൾ കിച്ചണിൽ കയറി അവനെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. ഉടനെ അക്ബർ ഇപ്പറ ഇരുന്നിട്ട് നമ്മുടെ മറ്റേ ബീം ബാഗിൽ ഇരുന്നിട്ട് അനുമോൾ കയറി കയറത്തില്ല എന്ന് പറഞ്ഞവളാണ്, നാണം ഇല്ലാത്തവളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. ഉടനെ നമ്മുടെ നെവിൻ മോൻ ഇളകി. നെവിൻ മോൻ പറഞ്ഞുടാ അക്ബറെ നിർത്തിക്കോ, മതി, ഒരുപാട് നീ ചൊറിയാൻ നിൽക്കണ്ട, തെറ്റുകൾ എല്ലാവർക്കും പറ്റും, അത് വിടുക, അല്ലാതെ അതും പറഞ്ഞ് പിന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കരുത്, നീ നന്മമരം കളിക്കാന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാനാണോ നന്മമരം, ഇപ്പം നീയാണോ നന്മമരം, നീ അവളെ സപ്പോർട്ട് ചെയ്ത്. അത് നെവിൻ്റെ ഗെയിമിടെ, അക്ബറിന് ആ ഗെയിം ഇല്ലാത്ത ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അക്ബറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അക്ബർ ജെനുവിനായിട്ടാണ് നിൽക്കുന്നത്. അതായത് അക്ബർ പറയുന്ന കാര്യത്തിൽ അക്ബർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പം അത് പുറത്ത് പോയാലും കുഴപ്പമില്ല, പുറത്ത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും അനുമോളെ ഇഷ്ടമല്ലെങ്കിൽ അനുമോളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്നോട്ടെ. ഞാൻ ഒരിക്കലും വന്ന അനുമോളെ മുമ്പ് വെച്ച് അനുമോളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല, നിന്നോട്ടെ. ആ ഒരു സ്റ്റാൻഡ് അക്ബറിനുണ്ട്. പക്ഷെ നെവിൻ ആ സ്റ്റാൻഡ് ഇല്ല. നെവിൻ ആ സ്റ്റാൻഡ് വിട്ടിട്ടുള്ള ഗെയിമറാണ്. നെവിൻ എങ്ങനെയെങ്കിലും അവിടെ നിന്നാൽ മതി. ഒന്നാമത് ഇപ്പോൾ പൈസ ഒന്നും കിട്ടില്ല, അപ്പം എങ്ങനെയെങ്കിലും അവിടെ നിന്നേ പറ്റുള്ളൂ. അതിലിപ്പോൾ അനുമോളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നെവിൻ നിൽക്കും, അത് നെവിൻ്റെ ഗെയിം, നെവിൻ നിൽക്കട്ടെ. പിന്നെ ഈ അനുമോളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്തും ശരികളുണ്ടേ. മനസ്സിലായില്ലേ? അനുമോൾ രാവിലെ കുളിച്ചിട്ടേ ബാത്റൂമിൽ കയറുള്ളൂ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴത്തെ ജനറേഷനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കത്തില്ല. അത്രേ ഉള്ളൂ, രാവിലെ കുളിച്ചിട്ടേ ബാത്റൂം കിച്ചണിൽ കയറാവുള്ളൂ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് പക്ഷേ അതൊരു നല്ലതാണ്, അത് ചീത്തയാന്നല്ല. പക്ഷേ എല്ലാവർക്കും അത് ദഹിക്കത്തില്ല, അത്രേ ഉള്ളൂ. അനുമോളുടെ പല പ്രവർത്തികളും എല്ലാവർക്കും ചിലപ്പോൾ ദഹിച്ചോണമെന്നില്ല. എന്ന് വെച്ചിട്ട് അനുമോൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അനുമോളുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ശരികളുണ്ട്, ഇല്ലേ? ഇപ്പം തന്നെ അനുമോൾക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈഗോ കാണും. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി കയറാത്ത അതിലെ നൂറ എടുക്കൽ. പിന്നെ ഇന്നാണെങ്കിലും അനുമോൾ പറയുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എനിക്കൊരു സ്പേസ് വേണം, ഞാൻ അവരോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മിണ്ടത്തില്ല എന്നല്ല. പക്ഷേ എനിക്കത് പിന്നെ അവരോടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അതൊക്കെ അനുമോളുടെ പേഴ്സണൽ കാര്യം. അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോരുത്തർക്ക് ഓരോ രീതികളുണ്ടല്ലോ. അതിനകത്തത് അവരങ്ങനെ ആയതുകൊണ്ടാണ്, അവരിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രേ ഉള്ളൂ. അതല്ലാതെ മൊത്തത്തിൽ അവരെ അങ്ങോട്ട് കുറ്റക്കാരനാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ അനീഷേട്ടനും ഷാനവാസും രസകരമായിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നതിനെയൊക്കെ. ഇപ്പോഴും ആദിലെ നൂറ് അങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്, കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ആദില ഏതാണ്ടൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് ഈ ആഴ്ച പുറത്തേക്ക് പോവുക എന്നുള്ളത്. പിന്നെ കൂട്ടിന് നമ്മുടെ നെവിൻ ആയിരിക്കത്തില്ല, സാബുമോൻ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്, ആദില നൂറേയും കൂടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നത്. ഞാൻ ബാക്കി പോയി ലൈവ് നോക്കട്ടെ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രിയപ്പെട്ടവരെ മറക്കല്ലേ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരാൻ. കൂടാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അങ്ങോട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ഒരു കാരണവശാലും മറക്കരുത്. കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിലും മറക്കാതെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തേക്കുക.